നിന്റെ ഭർത്താവിന്റെ പേരെന്താടി? എടി, നിന്നോടാ ചോദിച്ചത്. നിന്റെ ഭർത്താവിന്റെ പേരെന്താണ്? ചേട്ടൻ എന്തൊക്കെയാ ചോദിക്കണേ? ഭർത്താവ് ആരാന്നാ? എന്റെ അറിവിൽ ഇവളുടെ കെട്ടിയവൻ ഞാനാണ്. നോക്കണം നിന്റെ നന്മപരമായ ഏട്ടത്തിയുടെ മഹത്വം. ഹസ്ബൻഡ് നെയിം ശ്രാവൺ. അതാരാ? ഹസ്ബൻഡിന്റെ പേര് മോഹൻകുമാറായ ഞാനല്ല. ശ്രാവണ അതാരാ? നിങ്ങൾക്കറിയില്ലേ? അഞ്ജുനറിയില്ലേ? അമ്മക്കറിയില്ല? അറിയില്ലേട്ടാ. അതാരാ ശ്രാവൺ? നമുക്ക് ആളെ മനസ്സിലായില്ലേ? ഇവിടെ ഇടക്കിടക്ക് വന്ന് ബൈക്കിൽ ഇവിടെ കൂട്ടിക്കൊണ്ടുപോകണ ഒരുത്തൻ, ഇവളുടെ പഴയ കുട്ടിക്കാല സുഹൃത്ത് അമ്പിളി. അവന്റെ യഥാർത്ഥ പേരാണ് ശ്രാവൺ. അല്ലെങ്കിൽ അവള് പറയട്ടെ. നല്ല ബെസ്റ്റ് കുടുംബം. ഭർത്താവിന്റെ പേരിന് പകരം കൂട്ടുകാരന്റെ പേര്. അതെന്തിനായിരിക്കും അങ്ങനെ കൊടുത്തത്? അതുകൊണ്ട് പറയും. എല്ലാ കാര്യത്തിനും കൂട്ടുവെക്കുന്ന സുതച്ചേച്ചിക്കൊന്നും പറയാനില്ലേ? അതോ ഇനി ഇതും നിങ്ങളുടെ ഐഡിയ ആണോ? ഈ കാര്യങ്ങളെല്ലാം വക്കീലിന് അറിയായിരുന്നു അല്ലേ വക്കീലെ? നിങ്ങൾ മിണ്ടണ്ട. നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ സ്വന്തം ഡിവോഴ്സ് കേസ് വാദിക്കേണ്ട വന്നാലും അങ്ങനെയല്ലേ നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുന്നേ? കോൾ റെക്കോർഡ് കേട്ട ഞാനേ ഹോസ്പിറ്റലിൽ പോയി വിശദമായിട്ട് അന്വേഷിച്ചു. ഡോക്ടർ സാറ, അവരെ ഞാൻ കണ്ടിരുന്നു. നീ അവരെ പോയി കണ്ടത് എന്തിനാണെന്നുള്ള കാര്യവും എന്നോടും പറഞ്ഞു. നീയും അവനും കൂടി ചേർന്ന് ചെയ്ത തെറ്റ് അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ പോയതെന്ന് ഞാൻ പറഞ്ഞാലോ? നിനക്കത് നിഷേധിക്കാൻ പറ്റുമോ? മോഹന, എന്തൊക്കെയാടാ നീ പറയണത്? അതെ അമ്മേ. പിന്നെ ഇവളെന്തിനാ ഞാനറിയാതെ അമ്പിളിനെയും കൂട്ടിക്കൊണ്ട് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയത്? അമ്മ എന്നെ ചോദിക്കും. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ